ഞാൻ അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോയിൽ വില്ലേജ് ഫുഡ് ചാനലിൻ്റെ കുറച്ച് വിഷ്വൽസും ചാനലും കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ചാനലിനെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോയുടെ അനലിറ്റിക്സിൽ യൂട്യൂബ് സെർച്ച് ടേംസ് നോക്കുമ്പോൾ വില്ലേജ് കുക്കിംഗ് മലയാളം എന്ന് കാണാം. അതായത് വില്ലേജ് കുക്കിംഗ് ചാനൽ മലയാളം എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഈ വീഡിയോ സെർച്ചിൽ വന്നു. ഇത് എങ്ങനെയാണ്? അതായത് ഞാൻ ഈ വീഡിയോയിൽ വില്ലേജ് ഫുഡ് ചാനലിൻ്റെ വിഷ്വൽസ് ആഡ് ചെയ്തത് യൂട്യൂബ് അൽഗോരിതം നോട്ട് ചെയ്തു. നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും കാണിക്കുന്ന വിഷ്വൽസും എല്ലാം യൂട്യൂബ് അൽഗോരിതം ചെക്ക് ചെയ്യും. അതനുസരിച്ച് യൂട്യൂബ് വീഡിയോ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഈ രീതിയിൽ യൂട്യൂബ് അൽഗോരിതം മിസ്ലീഡിംഗ് മെറ്റാഡേറ്റ കണ്ടുപിടിക്കുകയും ചെയ്യും. അതായത് നമ്മൾ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മിസ്ലീഡിംഗ് മെറ്റാഡേറ്റയിൽ വരും. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് യൂട്യൂബ് അൽഗോരിതം ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സിമിലർ മെറ്റാഡേറ്റ എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരു നീഷിൽ തന്നെ ഫോക്കസ് ചെയ്യണം എന്നത്. ഇത് എന്തുകൊണ്ടെന്നാൽ യൂട്യൂബിലെ മിക്ക ട്രാഫിക് സോഴ്സസും ഓഡിയൻസിന്റെ ഹിസ്റ്ററി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ സെർച്ച് ചെയ്ത വീഡിയോയുടെ റിസൾട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചാനലിലെ വീഡിയോസ് സെർച്ചിലൂടെ ഫസ്റ്റിൽ വരും. നമുക്ക് ഏതെല്ലാം വീഡിയോസ് ഇഷ്ടമാകുമെന്നും എത്തരം വീഡിയോസ് ആണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നും യൂട്യൂബ് അൽഗോരിതത്തിന് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നാണ് പറഞ്ഞത്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ ഒരു നീഷിൽ തന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട ഒരാളുടെ ഹോം പേജിലേക്ക് നമ്മുടെ മറ്റു വീഡിയോസും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. നമ്മൾ വേറെ വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചാനൽസിലെ വീഡിയോസ് ആയിരിക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിലും സിമിലർ ആയിട്ടുള്ള മെറ്റാഡേറ്റ ഉണ്ടായിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് നല്ല രീതിയിലുള്ളൊരു മെറ്റാഡേറ്റ ഉണ്ടായിരിക്കണം. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗ് അടങ്ങുന്നതാണ് മെറ്റാഡേറ്റ. എല്ലാ വീഡിയോസിലും കോമൺ ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോസ് എല്ലാം സജഷനിലൂടെയും ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയും കൂടുതൽ റെക്കമെൻഡ് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ കുക്കിംഗ് മലയാളം, റെസിപ്പി മലയാളം തുടങ്ങിയ കോമൺ ആയിട്ടുള്ള കീവേഡ്സ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ടാഗിലുമൊക്കെ ഉൾപ്പെടുത്താം. ഇത് കൂടാതെ നമ്മുടെ ചാനലിന്റെ നെയിം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലുമൊക്കെ ഉപയോഗിക്കാം. ഈ രീതിയിൽ സിമിലർ ആയിട്ടുള്ള മെറ്റാഡേറ്റ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടവരിലേക്ക് ബാക്കിയുള്ള വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. ഇത് നമുക്ക് എളുപ്പത്തിൽ വീഡിയോയിൽ കൊണ്ടുവരാൻ രണ്ട് കാര്യങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് അപ്ലോഡിംഗ് ഡിഫോൾട്ട് ആണ്. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള കീവേഡ്സ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ടാഗിലും ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് കൂടാതെ നമുക്ക് മറ്റു വീഡിയോസിന്റെ മെറ്റാഡേറ്റ റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് റീയൂസ്ഡ് ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ മറ്റു വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. ഇതിൽ ഏത് വീഡിയോയുടെ മെറ്റാഡേറ്റയാണോ നമുക്ക് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ റീയൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഇതിന്റെ എല്ലാം മെറ്റാഡേറ്റ ആഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സിമിലർ ആയിട്ട് മെറ്റാഡേറ്റ യൂസ് ചെയ്യാവുന്നതാണ്. കൺസിസ്റ്റൻസി യൂട്യൂബ് ഗുരൂസ് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് കൺസിസ്റ്റൻസി. പക്ഷേ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസവും ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലല്ല ശ്രദ്ധിക്കേണ്ടത്, സമയത്ത് കൃത്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലാണ്. ഈ ഒരു കാര്യം യൂട്യൂബ് അൽഗോരിതം നല്ല രീതിയിൽ നോട്ട് ചെയ്യും. ഇങ്ങനെ കൃത്യമായ സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്രിയേറ്റർ എന്ന നിലയിൽ ആക്റ്റീവ് ആണെന്ന് അൽഗോരിതം മനസ്സിലാക്കും. അങ്ങനെ നമ്മുടെ വീഡിയോസിന് കൂടുതൽ ഇംപ്രഷനും കൊടുക്കും. ഇതിനായിട്ട് ഒരു സമയം തീരുമാനിക്കണം. നമ്മൾ ആഴ്ചയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എങ്കിൽ സ്ഥിരമായിട്ട് ആഴ്ചയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. മാസത്തിലാണെങ്കിൽ അങ്ങനെയും. മറ്റൊരു കാര്യം വീഡിയോയുടെ ഡ്യൂറേഷൻ ആണ്. ഈ ഒരു കാര്യത്തിലും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. സ്ഥിരമായിട്ട് ഒരേ ഡ്യൂറേഷനിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കൺസിസ്റ്റൻസി നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. ഇതും യൂട്യൂബ് അൽഗോരിതം ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന ചാനൽസ് ആണ് യൂട്യൂബിന് വേണ്ടത്. ക്രിയേറ്റേഴ്സ് ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോഴാണ് ഓഡിയൻസും ആക്റ്റീവ് ആകുന്നത്. നമ്മൾ ഫേമസ് യൂട്യൂബേഴ്സിന്റെ ഒക്കെ ചാനൽസ് നോക്കിയാൽ അവരുടെ വീഡിയോസിന്റെ ഡ്യൂറേഷൻ എല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമും കൺസിസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും ആ ഒരു സമയത്ത് തന്നെ തുടർന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആ ഒരു സമയത്ത് തന്നെ തുടർന്നും വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ചാനലിനെ കാര്യമായിട്ട് ബാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ലോങ് വീഡിയോസ് ആണ്. ലോങ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബ് അൽഗോരിതം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ
ലഭിക്കുകയും ചെയ്യും. കാരണം യൂട്യൂബ് വാച്ച് ടൈമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്തായാലും ചെറിയ ഡ്യൂറേഷനിലുള്ള വീഡിയോയേക്കാൾ ലോങ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതൽ ലഭിക്കും. ഈ ഒരു വീഡിയോ നല്ലതാണെങ്കിൽ മാത്രമേ നല്ല ഓഡിയൻസ് റിട്ടൻഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ലോങ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് നല്ല വാച്ച് ടൈം കിട്ടും. ഈ വീഡിയോ യൂട്യൂബ് അൽഗോരിതം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓഡിയൻസ് റിട്ടൻഷൻ ആണ്. ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് നല്ല ഓഡിയൻസ് റിട്ടൻഷൻ വേണമെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഒരുപാടില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ 30 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 30 സെക്കൻഡ് വരെ കൂടുതൽ ഓഡിയൻസ് വീഡിയോ കണ്ടിരിക്കണം. ഈ ഒരു ഭാഗം ഇൻട്രോ ആയിരിക്കും. ഈ ഒരു ഇൻട്രോയിലൂടെ ആയിരിക്കും തുടർന്ന് വീഡിയോ കാണണമോ എന്ന് ഓഡിയൻസ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഓഡിയൻസ് റിട്ടൻഷൻ ഗ്രാഫിൽ ഈ 30 സെക്കൻഡിൽ വ്യൂസ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസിയുടെ കാര്യം വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ഡ്യൂറേഷനിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയൻസ് റിട്ടൻഷൻ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഒക്കെ അനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോസ് യൂട്യൂബ് വിലയിരുത്തുന്നത്. ഇത് നമുക്ക് ഓരോ വീഡിയോസിലും കാണാൻ സാധിക്കും. സ്ഥിരമായിട്ടുള്ള പെർഫോമൻസ് ഒരു വീഡിയോയിൽ കുറഞ്ഞാൽ അത് ആ വീഡിയോയെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ഇംപ്രഷൻ കുറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബ് അൽഗോരിതം നമ്മുടെ ചാനലിൽ മെയിനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഡ്യൂറേഷനിലും ക്വാളിറ്റിയിലും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം.